ബോംബെയിലേക്ക് പോവുകയാണ്. അങ്ങനെ കുളിച്ചു റെഡിയായി ചേച്ചീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ബാഗിൽ ഇന്നലെ പാക്ക് ചെയ്തായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ട്രെയിൻ ലേറ്റ് ആവോ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോയി അവിടെ നിന്ന് ട്രെയിൻ മാറിക്കായിരുന്നു. അങ്ങനെ ട്രെയിനിലെത്തി കേട്ടോ. പുറത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. മംഗലാപുരം വരെയാണ് ട്രെയിൻ. അവിടെ നിന്നാണ് മുംബൈയിലേക്കുള്ള ട്രെയിന്. അങ്ങനെ മംഗലാപുരത്തെത്തി. 11:30 ആകുമ്പോൾ എത്തിയത്. 2:20 വരെ ഇനി വെയിറ്റ് ചെയ്യണം. 1 മണി ആകുമ്പോഴൊക്കെ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ച് ഇരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറി. കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പാട്ട് കേട്ട് പുറത്ത് നോക്കിയിരുന്നു. ട്രെയിനിൽ നിന്ന് തന്നെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. ആ കുട്ടി നമ്മളോട് കുറേ നല്ല രസമുണ്ട് ആ കുഞ്ഞിൻ്റെ കളിയെല്ലാം കാണാൻ. പിന്നെ മംഗലാപുരത്ത് നിന്ന് ഒരു കുർക്കുറ വാങ്ങിയിരുന്നു. അത് കഴിച്ചു. 6 മണിക്ക് എല്ലാവരും കടന്നു. പിന്നെ അച്ഛൻ പോയി കപ്പ ചിപ്സ് എല്ലാം വാങ്ങി. അത് കഴിച്ചു. പിന്നെ രാത്രി പഴമാണ് കഴിച്ചത്. പഴം കഴിച്ച് വേഗം കിടന്നുറങ്ങി. 6:30 ആകുമ്പോൾ എഴുന്നേറ്റു. കാരണം 7 മണിയാകുമ്പം അവിടെ എത്തും. അങ്ങനെ ബോംബെ എത്തി. എനിക്ക് ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ പഠിക്കുന്നത് കൊണ്ട് ലഗേജ്. നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റിട്ടില്ല. നമ്മൾ വന്ന് കുളിച്ച് ചായയെല്ലാം കുടിച്ച് നോക്കുമ്പം പിന്നെ അവനോട് കുറച്ച് കളിച്ചു. ഫോൺ കണ്ടപ്പോൾ എൻ്റെ പേരം കയറി വന്നു. എൻ്റെ അടുത്ത് കയറി വന്നു. കൊടുക്കാത്തപ്പം കരയാൻ നോക്കി. പിന്നെ അവന് കുറുക്ക് കൊടുത്തു. ചേച്ചി കണ്ണന് ആക്കി കൊടുക്കാൻ തിരക്കായി. ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ണന് സ്കൂളിൽ പോകേണ്ടത്. ഇവിടെയാണ് തുണിയാറിട്ട് വെച്ചത്. പക്ഷെ അവിടെ കാക്ക വന്ന് ഇടയ്ക്കിങ്ങനെ ദിവസം ഇരിക്കുന്നു പറഞ്ഞു. ബോംബെയിൽ വന്ന് പിറ്റേ ദിവസമാണ് തൊട്ടപ്പുറത്തെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. വൈകുന്നേരം കുറച്ചേ നടക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. കണ്ണൻ്റെ സ്കൂളിൻ്റെ കുറച്ച് അടുത്താണ്, മുമ്പിൽ തന്നെയാണ്. പിന്നെ കണ്ണൻ കുറച്ച് നേരം പാർക്കിൽ കളിച്ചു, ഊഞ്ഞാലാടി. നമ്മൾ അതിലേക്കൂടി നടക്കുകയെല്ലാം ചെയ്തായിരുന്നു. നടക്കാൻ സൗകര്യമുണ്ട്. ചെറുങ്ങനെ പേടിയുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പം ബോൾ മേത്ത് കൊള്ളുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ചെറുതിനെ അതിലിരുത്തി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.